രുദ്ര ഏറെ നേരം ഭദ്രയുടെ നെഞ്ചിൽ ചേർന്നിരുന്നു. അവളിലെ ശ്വാസഗതി നേരെയാക്കിയ ശേഷം അവനിൽ നിന്നും അല്പം പിടഞ്ഞു മാറി. ഭദ്ര അപ്പോഴും അവളെ തന്നെ നോക്കുമ്പോൾ രുദ്രയ്ക്കെന്തോ ഭദ്രയെ നോക്കാൻ കഴിയാത്തതുപോലെ തോന്നി. അവൾ അവനിൽ നിന്നും നോട്ടം പിൻവലിച്ച് മറ്റെങ്ങോ നോക്കിയിരുന്നു. വേദന മാറിയോ? ഭദ്ര ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു. അതിനവനെ നോക്കാതെ ഒന്ന് മൂളി അവൾ. വേറെ എവിടെയെങ്കിലും വേദന തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഭദ്ര അത് ചോദിക്കുമ്പോൾ രുദ്ര അവനെ വേറെവിടെ വേദന ഉള്ളെന്ന് ചോദിച്ചെന്ന നിലയിൽ അവനെ മെല്ലെ തല ഉയർത്തി നോക്കി. അതിനവൻ അവൻ്റെ ചുണ്ടിൽ കരങ്ങൾ വെച്ച് തടവിക്കൊണ്ടൊന്ന് ചിരിച്ചു. ഭദ്ര ചോദിച്ചതെന്തെന്ന് ആ നിമിഷം മനസ്സിലായതും രുദ്ര അവനെ നോക്കാനാവാതെ കരങ്ങൾ വെച്ച് മുഖം മറച്ചു. ക്രിസ്റ്റിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് 4 ദിവസം പിന്നിട്ടു. ഇതിനിടയ്ക്ക് ഡോക്ടർ വരുമ്പോൾ ഗ്ലോറിക്കൊപ്പം വെങ്കിയും നീരവും നിരഞ്ജനയും ഉണ്ടായിരുന്നു. ക്രിസ്റ്റിയുടെ അവസ്ഥ പറ്റി ചോദിക്കുമ്പോൾ ഇനി അവന് ഓർമ്മ തിരികെ കിട്ടുമോ എന്ന് തന്നെ സംശയമാണെന്ന് പറഞ്ഞു. കാരണം അവൻ്റെ മെമ്മറി ഫുൾ മറന്നു പോകുന്ന നിലയിലുള്ള മാരക മെഡിസിൻ ആരോ അവൻ്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. കൂടാതെ പഴയ പോലെ എഴുന്നേറ്റ് നടക്കാൻ കുറച്ചുകൂടി ടൈം എടുക്കുമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ നീ പറഞ്ഞത് സത്യമായിരുന്നു അല്ലേ? അവനിലെ എല്ലാ ഓർമ്മയും നീ എടുത്തു മാറ്റിയല്ലേ? നീരവ് അവളെ നോക്കി ചോദിച്ചു. അതെ, എടുത്തു മാറ്റി. കാരണം ഇതല്ലാതെ മറ്റൊരു വഴി എനിക്ക് മുൻപിലില്ല നീരവ്. അവൻ്റെ ശരീരത്തിൽ വന്ന മുറിവുണങ്ങുമ്പോൾ വീണ്ടും അവൻ രുദ്രയെ തേടി വന്നെന്നിരിക്കും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടി തന്നെയാ ഞാനിതെല്ലാം ചെയ്തത്. കാരണം അത്രമാത്രം ഞാൻ അവനെ സ്നേഹിക്കുന്നു നീരവ്. ഇനിയും എനിക്കവനെ കൈവിട്ട് കളയാൻ പറ്റില്ല. ഇപ്പോൾ അവനിലൊരു ഓർമ്മയുമില്ല. അങ്ങനെയുള്ള അവനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അതെന്താ നീ ഓർക്കാത്തത്? അതൊക്കെ അറിയാം എനിക്ക്. എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ ഞാനിതെല്ലാം ചെയ്തത്. അവന് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്ത് പറയുന്നു അത് മാത്രമേ അവൻ്റെ മനസ്സിൽ ഇനി ഉണ്ടാവൂ. കുറച്ച് സമയമെടുക്കും നമ്മളെ പോലെ ഒരാളായി അവനെ മാറ്റിയെടുക്കാൻ. അത് ഞാൻ ചെയ്തിരിക്കും. പക്ഷേ അതിന് ഈ നാട് അത് ഞങ്ങൾക്ക് വേണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് തന്നെ ക്രിസ്റ്റിയെയും കൊണ്ട് ഞങ്ങളെ ആരും തേടി വരാത്തതും ആരുടെയും ഓർമ്മ നിലനിൽക്കാത്തതുമായ ഒരു സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നീ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ പോകുവാണെന്നാണ് പറയുന്നേ? നിരഞ്ജന അവളെ നോക്കി ചോദിച്ചു. അതെ. നിനക്ക് കഴിയുമോ ഞങ്ങളെയൊക്കെ വിട്ട് ദൂരേക്ക് പോകാൻ? കഴിയണം, കഴിഞ്ഞേ പറ്റൂ എന്ന് കരുതി നിങ്ങൾ ആരെയും മറന്ന് ഞാൻ ജീവിക്കില്ല. എപ്പോഴും എൻ്റെ ഈ നെഞ്ചിൽ നിങ്ങൾക്ക് 3 പേർക്കും സ്ഥാനമുണ്ടാവും. ഞാൻ വരും ഒരു ദിവസം. എൻ്റെ സ്നേഹം മാത്രം കൊണ്ട് അലിഞ്ഞ് എനിക്കായി ജീവിക്കുന്ന ക്രിസ്റ്റിയെ കൊണ്ട്. പോകും മുൻപ് ചെയ്ത തെറ്റുകൾക്ക് രുദ്രയോട് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നടക്കുമോന്നറിയില്ല. എന്തോ അവളെ ഫേസ് ചെയ്യാൻ കഴിയാത്തതുപോലെ. അത്രയും പറഞ്ഞ നീരവിനെ നോക്കി ഗ്ലോറി പറഞ്ഞു. എനിക്ക് വേണ്ടി നീ പറയണം രുദ്രയോട് സോറി. എന്നെയും ക്രിസ്റ്റിയെയും ശപിക്കില്ലെന്നും പറയണം. പിന്നെ ഞാൻ കാരണം അപ്പോ നീയും തമ്മിലുള്ള സ്നേഹത്തിന് പോലും വിള്ളൽ വീണു. ഇനി അതുണ്ടാവില്ല. 2 പേരും സന്തോഷത്തോടെ ഇരിക്കണം. അപ്പുവിനോടും ഞാൻ സോറി പറഞ്ഞിരിക്കുന്നു എന്ന് പറയണം. നീരവിനെ നോക്കി അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ തിരിഞ്ഞു വെങ്കിയെയും നിരഞ്ജനയെയും അടുത്തായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. തല്ലും വഴക്കും കൂടാതെ രണ്ടും ഒരുമിച്ചെന്നും ഒരാൾക്കൊരാൾ താങ്ങായി കൂടെ ഉണ്ടാവണം കേട്ടോ. ഞാൻ വരും നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ കഴിയുന്നത് കാണാൻ. അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ അവൾ ആ ഹോസ്പിറ്റൽ വരാന്തയിലൂടെ മുന്നോട്ട് ഓടിപ്പോകുമ്പോൾ അവളെ നോക്കി നിന്ന് അവർ 3 പേരുടെ കണ്ണുകളും ഒരുപോലെ നിറഞ്ഞിരുന്നു. ഫുഡ് കഴിച്ചെണീക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്തു തുടങ്ങിയിരുന്നു. രുദ്ര ഉമ്മറത്ത് വന്ന് പുറത്തെ മഴയിലേക്ക് തന്നെ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞത് ഭവാനി അവിടേക്ക് വരുമ്പോൾ അവിടെ തിണ്ണയിൽ അവരെ പിടിച്ചിരുത്തിയ ശേഷം അവരുടെ മടിയിലേക്ക് കിടന്ന് പുറത്തെ മഴ ആസ്വദിക്കുകയായിരുന്നു രുദ്ര. ഭദ്ര വരുമ്പോൾ നിലത്തിരിക്കുന്ന ഭവാനിയുടെ മടിയിൽ കിടന്നുകൊണ്ട് പുറത്തെ മഴയിലേക്ക് തന്നെ കണ്ണു നട്ടു കിടക്കുന്ന രുദ്രയാണ് കണ്ടത്. അവനൊരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നുപോയി. ഭവാനിയിടക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു അവർക്ക് പിന്നിലായി വന്നു നിൽക്കുന്ന ഭദ്രയെ. മോൻ കിടന്നില്ല ഇതുവരെ? അതിനെ ചിരിച്ചുകൊണ്ടില്ലെന്ന് തലയാട്ടി. രാവിലെ മോൻ എപ്പോഴാണ് മീറ്റിങ്ങിന് പോകാനുള്ളതെന്നാ പറഞ്ഞേ? ഇവിടുന്ന് 4:30 പോകണം. എന്നാ പിന്നെ മോനെ ഇവളെയും കൂട്ടി പോയി കിടക്കാൻ നോക്ക്. രാവിലെ എണീറ്റ് പോകാനുള്ളതല്ലേ? ഭവാനി ഭദ്രയെ നോക്കി അത് പറഞ്ഞ ശേഷം മടിയിൽ കിടന്ന രുദ്രയെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. മതി മഴ കണ്ടത്. പോയി മോന് കിടക്കാൻ കിടക്ക വിരിച്ച് നീയും പോയി കിടക്കാൻ നോക്ക്. ഞാനേ കുറച്ചു നേരം കൂടെ ഇവിടെ കിടന്ന് മഴ കണ്ടോട്ടെ മാമി. ഏട്ടനോട് കിടന്നോളാൻ പറ.
അത് വേണ്ട, ഇത്ര നേരം കണ്ടത് മതി. ഇനിയും മഴ കാണണമെന്നാണെങ്കിൽ റൂമിൽ പോയിട്ട് ജനാല തുറന്നിട്ട് കണ്ടാൽ മതി. മാമി, രുദ്ര അവരുടെ മടിയിൽ കിടന്ന് എഴുന്നേറ്റുകൊണ്ടൊന്ന് ചിണുങ്ങി. നിന്ന് ചിണുങ്ങാതെ മോനെയും വിളിച്ച് പോയി കിടക്കാൻ നോക്ക്. അത് പറയുമ്പോൾ രുദ്ര ഭദ്രയെ ഒന്ന് നോക്കി. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു നിന്നു. രുദ്ര എഴുന്നേറ്റ് മുന്നിലേക്ക് നടക്കുമ്പോഴും ചെറുതായിപ്പോഴും വേദന ഉണ്ടായിരുന്നു. അവൾ മെല്ലെ മെല്ലെ നടക്കുന്നത് കണ്ടതും ഭദ്രി അവളുടെ പിന്നാലെ ചെന്ന് 2 കരങ്ങളിലായി രുദ്രയെ കോരിയെടുത്ത് നേരെ റൂമിലേക്ക് നടന്നു. ഭദ്രയുടെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ അവൾ അവനെ തന്നെ ഇമശിമാതെ നോക്കി നിന്നു. ഭദ്ര റൂമിലെത്തിയിട്ടും രുദ്രയെ നിലത്ത് നിർത്താതെ അവളെ തന്നെ നോക്കി നിന്നു. എന്നാൽ അവൾ അവനെ അതേ അമ്പരപ്പോടെ തന്നെ ചുറ്റിപ്പിടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അവളെ നോക്കി നിന്ന ശേഷം മെല്ലെ താഴേക്ക് നിർത്തിയതും അവൾ അവനിലെ പിടിവിടാതെ ഭദ്രയെ ചേർത്ത് പിടിച്ചു നോക്കി. എന്നാൽ ഭദ്രയുടെ ശബ്ദമുയർന്നു കേട്ടതും അവനിലെ പിടിവിട്ടുകൊണ്ട് അവൾ അവനിൽ നിന്നും മാറി നിന്നു. ഞാനൊന്നേ ഫ്രഷായിട്ട് വരാം. അത്രയും പറഞ്ഞ് ടവലും എടുത്തുകൊണ്ട് ഭദ്ര ബാത്റൂമിലേക്ക് പോയതും രുദ്ര നാണത്താൽ ചിരിക്കാൻ തുടങ്ങി. കാരണം കുറച്ചു മുൻപ് നടന്നതോരോന്നും അവൾക്ക് ഓർക്കും തോറും സുഖമുള്ള കുളിരോർമ്മയായി തോന്നി. രുദ്ര ബെഡിൻ്റെ നേരെയുള്ള ജനൽപ്പാളി പുറത്തേക്ക് തുറന്നിട്ടു. മഴയോടൊപ്പം നല്ല കാറ്റുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഴത്തുള്ളികൾ ചെറുതായി അവളുടെ മുഖത്തും കൈയിലേക്കും പതിച്ചു. ജനൽ വിടവിലൂടെ ഒരു കൈ പുറത്തേക്ക് നീട്ടി അവൾ ആർത്തു പെയ്യുന്ന മഴത്തുള്ളികളിൽ ഒന്നിനെ കൈകൊണ്ട് തൊടാൻ ആഗ്രഹിച്ചു. എന്നാൽ ശക്തമായ ഇടിമുഴക്കവും അതിന് പിന്നാലെ വന്ന മിന്നലും അവളെ ഭയപ്പെടുത്തി. ഒപ്പം ആ റൂമിലെ വെളിച്ചവും നിലച്ചു. അവൾ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ബെഡിലെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. രുദ്രയുടെ ശബ്ദം കേട്ട് ഭദ്ര പുറത്തു വരുമ്പോൾ അവിടെ ഇരുട്ടായിരുന്നുവെങ്കിലും രുദ്ര തുറന്നിട്ട ജനൽപ്പാളിയിൽ കൂടെ നല്ല നിലാവിൻ്റെ വെട്ടവും മിന്നലിൻ്റെ വെട്ടവും അകത്തേക്ക് പതിക്കുന്നുണ്ട്. ചെറിയ വെളിച്ചവും ഉണ്ടായിരുന്നു. ഭദ്ര ബെഡിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കണ്ടു തലവഴി പുതച്ചു മൂടി ഒന്നും മിണ്ടാതെ പമ്മിക്കിടക്കുന്ന രുദ്രയെ. അവൻ അവളെ തട്ടി വിളിച്ചെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ ആ കിടപ്പ് തന്നെ കിടന്നു. ഭദ്ര വേഗം വന്ന് അവൾക്ക് പുറമായി കിടന്നു. അപ്പോഴും തന്നെ നോക്കാതെ തിരിഞ്ഞു കിടക്കുന്ന രുദ്രയെ ആയിരുന്നു ഭദ്രയുടെ നോട്ടം. ഇടയ്ക്കിടെ പുതപ്പിനുള്ളിൽ കൂടെ പുറത്തേക്ക് തലയിട്ട് നോക്കുന്നുണ്ട്. ഇടിയും മിന്നലും ശബ്ദം കേൾക്കുമ്പോൾ അതുപോലെ തിരിച്ച് തല പുതപ്പിനുള്ളിൽ ആക്കി പിടിച്ച് കിടക്കും. ഒരു നിമിഷം അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാൻ തോന്നി അവന്. എന്നാൽ അവൾ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും അവൻ തിരിഞ്ഞു കിടന്നു. എന്തോ ഉറങ്ങാൻ കഴിയാത്തതുപോലെ തോന്നി ഭദ്രയ്ക്ക്. അവളുടെ സാമീപ്യം ഓരോ നിമിഷവും അവനെ പോലും അറിയാതെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നി. എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ശക്തിയേറിയ വലിയ ഇടിയുടെ ശബ്ദം കേട്ടതും പുതപ്പിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് രുദ്ര ഭദ്രയെ വന്ന് ചുറ്റിപ്പിടിച്ചു. ഭദ്ര അനക്കമില്ലാതെ അതേ കിടപ്പ് തന്നെ കിടന്നു. എന്നാൽ രുദ്ര അവൻ്റെ കൈവിടവിലൂടെ കൈ ചേർത്ത് അവൻ്റെ ഷോൾഡറിൽ അള്ളിപ്പിടിച്ച് മുഖം പൂഴ്ത്തി വെച്ചു. എന്നാൽ ഇപ്രാവശ്യം അവളുടെ ശ്വാസനിശ്വാസം അവൻ്റെ കാതുകളിൽ വന്ന് തട്ടിയതും ഭദ്രയ്ക്ക് അവനെ തന്നെ നഷ്ടമായിരുന്നു. അവൻ തിരിഞ്ഞ് അവളെ നെഞ്ചോട് ഇറുക്കെ ചേർത്ത് കിടത്തി. രുദ്ര കണ്ണടച്ച് ഭദ്രയെ തന്നെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് കിടക്കുമ്പോൾ ഭദ്രയുടെ ഒരു കരം അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. രണ്ടുപേരും ഒരുപോലെ നിദ്രയിലേക്ക് വഴുതി വീഴുമ്പോഴും രുദ്രയിലെ ഭദ്രയുടെ കരം മുറുകിയതല്ലാതെ വിട്ടുപോയിരുന്നില്ല. ഒപ്പം രുദ്ര അവൻ്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് അവനെ ഇറുക്കി അവൾ പിടിച്ച പിടിയും അയഞ്ഞിരുന്നില്ല. രാവിലെ രുദ്ര കണ്ണു തുറക്കുമ്പോൾ ഭദ്ര അടുത്തുണ്ടായിരുന്നില്ല. അവൾ പതുക്കെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അവൾ തുറന്നിട്ട ജനൽപ്പാളികൾ അതുപോലെ തന്നെ തുറന്നു കിടപ്പുണ്ടായിരുന്നു. അവൾ അതിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടു, ഇന്നലത്തെ മഴയിൽ മുറ്റത്തെല്ലാം ഇടയ്ക്കിടെ വെള്ളം തങ്ങി നിൽപ്പുണ്ട്. ഒപ്പം ചെടികളിലെല്ലാം മഴത്തുള്ളികളുടെ അവശേഷിപ്പുകളും ഉണ്ടായിരുന്നു. അവൾ അഴിഞ്ഞു കിടക്കുന്ന മുടി വാരി കെട്ടിവെച്ച ശേഷം തിരിഞ്ഞു നോക്കാനാഞ്ഞതും കണ്ടു ടേബിളിൻ്റെ പുറത്തായി അവളുടെ ഫോണിൻ്റെ അടിയിലിരിക്കുന്നൊരു പേപ്പർ. അവൾ അതെടുത്ത് നോക്കുമ്പോൾ അത് ഭദ്ര അവൾക്കായി എഴുതി വെച്ച കുറിപ്പായിരുന്നു. നിന്നെ ഉണർത്താൻ തോന്നിയില്ല, അതാ വിളിച്ചുണർത്താതിരുന്നത്. പിന്നെ ഞാനില്ലെന്ന് കരുതി എവിടെയും പോകാൻ നോക്കണ്ട. എന്നെ അറിയിക്കാൻ അവിടെ ആളുണ്ടെന്ന കാര്യം മറക്കണ്ട. എന്താവശ്യമുണ്ടെങ്കിലും മാമിയോടോ പിള്ളേരോടോ പറഞ്ഞാൽ മതി. 3 ആളോടും രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊപ്പം അവിടെ തന്നെ നിന്നോളണം. ഞാൻ ഉച്ചയ്ക്ക് വരും, റെഡിയായി നിൽക്കണം. ഇന്ന് തന്നെ തിരിച്ചു പോകാനുള്ള കാര്യം മറക്കണ്ട. അത്രയും വായിക്കുമ്പോൾ തന്നെ അവളുടെ ചുണ്ടിൽ ഭദ്രയ്ക്കായി ഒരു പുഞ്ചിരി വിരിഞ്ഞു. കയ്യിലിരിക്കുന്ന പേപ്പർ ബെഡിലേക്കിട്ട ശേഷം അവൾ നേരെ അടുക്കളയിലേക്ക് ഓടി വന്ന് അവിടെ ദോശ ചുട്ടുകൊണ്ട് നിന്ന ഭവാനിയെ അവൾ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു.
അവർ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ ആള്, എന്തു പറ്റി? ചുമ്മാതെയോ? ചുമ്മാതെയും സന്തോഷം വരുമോ? വരുമല്ലോ. രുദ്ര അത് പറയുമ്പോൾ അവർ അവളെ നോക്കി പറഞ്ഞു. എനിക്ക് സന്തോഷമായി, ഇനി മരിച്ചാലും വേണ്ടില്ല. നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ പറ്റിയില്ല മാമിക്ക്, അത് മതി. ഇപ്പോൾ എന്നെക്കാളേറെ അങ്ങ് ദൂരെ ഇരുന്ന് ഇതെല്ലാം കണ്ട് നിന്റെ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. നിനക്ക് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ നിധി തന്നെയാ ബദ്രിമോൻ. മോൻ കൂടെയുള്ളപ്പോൾ എൻ്റെ മോൾക്കൊന്നും സംഭവിക്കില്ലെന്ന് ഈ മാമിക്കറിയാം. അപ്പോഴേക്കും അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. രാവിലെ തന്നെ കരയാൻ നിന്നാലുണ്ടല്ലോ, ഞാൻ എൻ്റെ പാട്ടിന് തിരിച്ചു പോകും കേട്ടോ. അയ്യടി, നീ അങ്ങ് പോകും. മോൻ വരാതെ നീ പോകില്ലെന്ന് എനിക്കറിയില്ലേ? അവൻ വരാതെ പോയാലേ നീ പോയ സ്പീഡിൽ അവനിവിടെ എത്തിക്കും. അല്ലേലും ഇപ്പോൾ എല്ലാവർക്കും എന്നെ വേണ്ടല്ലോ, ഭദ്രയേട്ടനെ മതിയല്ലോ. രുദ്ര അത് ഭവാനിയോട് പറയുമ്പോൾ അങ്ങോട്ടേക്ക് അല്ലിയും ആളവും കാർത്തുവും വന്നു. അത് ചേച്ചി പറഞ്ഞത് സത്യമാ. ഇപ്പം ചേച്ചിയേക്കാൾ ഇഷ്ടമായി ഞങ്ങൾക്ക് ഭദ്രയേട്ടനെയാ. ഓഹോ, നീ ഒന്നും ശരിക്കുള്ള ഭദ്ര എന്തെന്ന് കണ്ടിട്ടില്ല, അതാ ഇങ്ങനെ പറയുന്നേ. അറിഞ്ഞിരുന്നെങ്കിലേ ഇങ്ങനെ ഒട്ടും പറയില്ല. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? ഞാൻ കുറച്ചായില്ലേ നിങ്ങളുടെ ഈ ഭദ്രയേട്ടനെ കാണാൻ തുടങ്ങിയിട്ട്. ശരിക്കും ആൾ എന്തായിരുന്നു എന്ന് എനിക്കേ അറിയൂ. അത് പറയുമ്പോൾ രുദ്രയെ അറിയാതെ കവളിൽ കൈവച്ചു പോയിരുന്നു. ഒപ്പം ഭദ്രയെ ആദ്യമായി കണ്ട ആ ദിവസം മിഴിവോടെ തെളിഞ്ഞു. അതോർക്കുമ്പോൾ ഒരു സങ്കടം തോന്നിയെങ്കിലും ഇപ്പോഴുള്ള ഭദ്രയുടെ മാറ്റത്തിൽ അവൻ അവൾക്ക് നൽകിയ ചുംബനം ഓർമ്മ വന്നതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ചേച്ചി എന്താ ആലോചിച്ച് ചിരിക്കുന്നേ? ഞങ്ങൾക്കും കൂടെ കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ പറ, ഞങ്ങളും ഒന്ന് ചിരിക്കട്ടെ. കാർത്തു രുദ്രയെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, നീയൊക്കെ മൂന്നും രാവിലെ ഇങ്ങോട്ട് വന്ന് തന്നെ കളിയാക്കാനാണോ? അല്ല, ഞങ്ങളുടെ ഭദ്രയേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. ഓ, അവരും അവരുടെ ഒരു ഭദ്രയേട്ടനും. അത്രയും പറഞ്ഞ് രുദ്ര അവരെ നോക്കി മുഖം വീർപ്പിച്ചു. അത് കണ്ട് മാളു പറഞ്ഞു. അസൂയ തീരെ ഇല്ലല്ലേ ചേച്ചിക്ക്? നിന്നോടൊക്കെ സംസാരിച്ച് നിന്നാലേ എൻ്റെ ഇന്നത്തെ ദിവസം തന്നെ പോയെന്ന് വരും. അതുകൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് നിൻ്റെയൊക്കെ ഈ പൊട്ടത്തരം കേട്ടോളാം. അത്രയും പറഞ്ഞ രുദ്ര അവിടെ നിന്ന് പോകുമ്പോൾ അവർ 3 പേരും അവളെ നോക്കി തന്നെ ചിരിച്ചുകൊണ്ട് നിന്നു. ഭദ്ര പറഞ്ഞതുകൊണ്ട് തന്നെ 3 പേരും രുദ്രയുടെ ഇടവും വലവും കൂടി അവളെ കളി പറഞ്ഞ് ചിരിപ്പിച്ചും കളിച്ചും കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പുറത്തെ ഉച്ചത്തിലുള്ള ആ ശബ്ദം കേട്ടതും അടുക്കളയിൽ നിന്ന് ഭവാനിയുടെ കയ്യിൽ നിന്നും ചെമ്പുപാത്രം താഴെ വീണു. ഒപ്പം അവരുടെ ഉള്ള ആളിക്കത്തി. രുദ്രയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. അവൾ പിന്നാമ്പുറത്തെ തൊഴുത്തിൻ്റെ സൈഡിൽ മാളുവിനും കാർത്തുവിനും മല്ലിക്കുമൊപ്പം ചിരിച്ചു നിൽക്കുമ്പോഴാണ് ഉച്ചത്തിലുള്ള ആ ശബ്ദം കേട്ടത്. അത് ആകാശിൻ്റെ ശബ്ദമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആർക്കും അധിക സമയം വേണ്ടി വന്നിരുന്നില്ല. രുദ്ര നോക്കുമ്പോൾ അത്രയും നേരം തനിക്കൊപ്പം ചിരിച്ചു കളിച്ചു നിന്ന 3 പേരും തൻ്റെ പിന്നിലായി മറഞ്ഞു. തള്ളേ, നിങ്ങൾ എവിടെയാ? ആകാശിൻ്റെ ഹോളിൽ നിന്നുള്ള സൗണ്ട് കേട്ടതും ഭവാനി പേടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. ഭവാനി വരുമ്പോൾ അവനോടൊപ്പം വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. ഓ, ഉണ്ടായിരുന്നു നിങ്ങൾ? ഞാൻ കരുതി പുതിയ മോളെയും മോളുടെ ഭർത്താവിനെയും കിട്ടിയപ്പോൾ കൂടെ പോയിട്ടുണ്ടാവുമെന്ന്. ആകാശിൻ്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ ഭവാനിക്ക് മനസ്സിലായിരുന്നു അവനെല്ലാം അറിഞ്ഞുള്ള വരവാണെന്ന്. എവിടെ നിങ്ങളുടെ ഊരുംപൊട്ടവളും അവനും? ദൈവത്തെ ഓർത്ത് നീ പ്രശ്നം ഉണ്ടാക്കരുത്. മോൻ ഇവിടെയില്ല. അവൻ വന്നാലുടൻ മോളെ കൂട്ടിക്കൊണ്ടു പോകും. അതുവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഓ, അപ്പോൾ അവൻ അവളെ മടുത്തപ്പോൾ ഇവിടെ കൊണ്ട് എറിഞ്ഞിട്ട് പോയതാണല്ലേ? അനാവശ്യം പറയരുത്. മോൻ കമ്പനി ആവശ്യത്തിന് പോയതാ. വന്നാലുടൻ മോളെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകും. അവരുടെ ഒരു മോൻ എന്ന തള്ളി നിങ്ങൾക്കിപ്പോൾ പറഞ്ഞ ഈ മോനുണ്ടായത്? എന്നെ ചതിച്ചിട്ടും കണ്ടവനെ വിളിച്ചു കയറ്റി എൻ്റെ വീട്ടിൽ താമസിച്ചാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? എവിടെയവൾ? എനിക്കവളെ കാണേണ്ടത്. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോ ആകാശേ. ഓ, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോണമല്ലേ? ആരെവിടേക്ക് പോകുന്നു ഞാൻ കാണിച്ചു തരാം. അത്രയും പറഞ്ഞ് അവരുടെ മുടിക്ക് പിടിച്ച് അവിടെ കണ്ട റൂമിലേക്ക് പിടിച്ച് തള്ളി പുറത്തു നിന്നും പൂട്ടി. ഭവാനി ഡോറിൽ തട്ടി ശബ്ദമുണ്ടാക്കിയെങ്കിലും അവൻ മൈൻഡ് ചെയ്യാതെ അവിടെയെല്ലാം രുദ്രയെ തിരക്കി നടന്നു. പിന്നാമ്പുറത്ത് വരുമ്പോൾ കണ്ടു പേടിച്ച പേടമാനിനെ പോലെ നിൽക്കുന്ന രുദ്രയെ. ഒരു നിമിഷം അവളെ കണ്ടതും ആകാശിൻ്റെ കണ്ണുകൾ വിടർന്നു. കാരണം പഴയ രുദ്രയിൽ നിന്നും ഒരുപാട് സുന്ദരിയായിരുന്നു അവൾ. എന്നാൽ അവളുടെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും അവനെ ഒരു ഭ്രാന്തനാക്കി മാറ്റി. അവൻ ദേഷ്യത്തിൽ അവളുടെ മുടി കുത്തിപ്പിടിച്ചു. രുദ്രവേദന കൊണ്ട് പുളഞ്ഞുപോയി എങ്കിലും അവൻ അവളിലെ പിടിവിടാതെ ശക്തിയായി പിടിച്ചു. രുദ്ര അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരക്കൊണ്ട് അവനെ തള്ളാൻ നോക്കുമ്പോൾ അവനിൽ നിന്നും പിടിവിട്ട് അവൾ നിലത്തേക്ക് വീണു.
എന്നാൽ ആകാശ് അവളെ നിലത്തുകൂടെ തന്നെ മുടിക്ക് പിടിച്ച് വലിച്ചിഴക്കാൻ തുടങ്ങിയതും അല്ലിയും ആളവും കാത്തവും അവളെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞു. എന്നാൽ അവൻ അവർക്ക് നേരെ ദേഷ്യത്തിൽ ചേറിക്കൊണ്ട് അവൻ്റെ ചുണ്ടിന്മേൽ കൈവച്ച് മിണ്ടല്ലെന്ന് പറഞ്ഞു. കൂടാതെ മിണ്ടിയാൽ കൊല്ലുമെന്നും കഴുത്തിൽ കൈവച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവർ പേടിച്ചൊന്നും മിണ്ടാതെ നിന്നു. എന്നാൽ ഈ സമയം ബദ്രി മീറ്റിംഗ് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് കൂടെ നടത്തിയ ശേഷം തിരിച്ചു വരികയായിരുന്നു. അവൻ വണ്ടി ഓടിക്കുമ്പോഴും മനസ്സ് നിറയെ രുദ്രയായതിനാൽ അവൻ ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും അവളെ ഓർത്ത് ചിരിച്ചു.